നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദിയമോളെ രാഖിക്ക് കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പ്രകാശ് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. രാജീവന്റെ കൊലപാതകം അന്വേഷിക്കണമെന്നും പറഞ്ഞ് വന്ദന സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പരാതി അത് എന്നെ പോലുള്ള ചില നിരപരാധികൾക്ക് കടുത്ത തലവേദന തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സഹോദരിക്ക് അളവിൽ കവിഞ്ഞ പ്രൊട്ടക്ഷനും സ്നേഹവും നൽകി തന്ത്രപരമായി പെരുമാറിയാൽ വന്ദനയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പ്രകാശിന് കഴിയും. പ്രകാശിനെ കഴിയൂ. അങ്ങനെ ആ കേസ് വന്ദനെ കൊണ്ട് പിൻവലിപ്പിച്ചിരിക്കണം. വെറുതെ വേണ്ട, പ്രകാശിന് ലക്ഷങ്ങൾ കയ്യിൽ വരും. എന്തു പറയുന്നു? പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ലെന്നറിയാം. ശരിക്ക് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പെങ്ങളോടുള്ള ഏട്ടന്റെ കടമയാണിത്. ആ കുട്ടി വന്ദനയുടെ ഭാവി ജീവിതത്തിന് എന്നും ഒരു വിലങ്ങുതടിയാ. അതുപോലെ രാജീവന്റെ ഓർമ്മകൾക്കും. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. പ്രകാശ്, അതെ. രൂപയും കൂടെ അയച്ചിട്ടുണ്ട്. സെക്രട്ടറി സാർ, ഇത് കുറുപ്പ് സാറിന്റെ പാർട്ടി സെക്രട്ടറി. അറിയാം, പത്രത്തിലും ടിവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയാണ് പ്രകാശ് സാറുമായി അടുക്കാൻ പോകുന്നത്. പ്രകാശ് വയ്ക്കോ, എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. താങ്ക് യു സാർ. ശരി എന്നാ. പണിയേറ്റു. 20,000 രൂപ കൂടി വന്നിരിക്കുന്നു. നമ്മളെ ചികിത്സിച്ച് സുഖപ്പെടുത്താം. പ്രകാശേട്ടന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ എങ്ങനെയും പരിഹരിച്ചെടുക്കാം. പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തും? വന്ദനമ്മേ, ഒന്നെങ്കിൽ എനിക്ക് കഥ പറഞ്ഞ, അല്ലെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വാ പ്ലീസ്. എനിക്ക് ബോറടിക്കുന്നു വന്ദനമ്മേ. മോളെ, അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു. ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ പരട്ടി തരാം. ഒരു ഡോക്ടർമ്മ വന്നിരിക്കുന്നു. മോള് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.